കേരളത്തിലെ ഹൈവേ വികസനം ആറുവരിപ്പാതയുടെ പ്രവർത്തനം കാണുമ്പോഴാണ് ഒരുപാട് ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് JCB പോലുള്ള ഇത്തരം സർവീസുകൾക്കും ഇൻസ്ട്രുമെന്റിന് വലിയ ഡിമാൻഡാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനടക്കം വിദേശ രാജ്യത്തൊക്കെ പോകുമ്പോൾ ധാരാളം ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ കേരളത്തിലും ഇതിന്റെ ഒഴിവുകളും ധാരാളം ടെക്നീഷ്യന്മാരുടെ ഒഴിവുകളും ജോലി സാധ്യതകളും ഉണ്ട് എന്നുള്ളത് ഈ വികസനം കാണുമ്പോൾ മനസ്സിലായി. ബേസിക്കായിട്ട് എല്ലാ പാർട്സും അഴിച്ച് ഒന്നേന്ന് തുടങ്ങും. കാരണം കുട്ടികൾക്ക് A to Z കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. റീഅസംബിൾ ചെയ്യുന്നുണ്ട്. ഫുള്ളൊരു സാധനം പഴയ പുതിയത് ഉണ്ടാക്കുന്ന പോലെ അസംബിൾ ചെയ്ത് കൊണ്ടുവരും. അതെ അതെ. ഈ ഹൈഡ്രോളിക് അല്ലതൊക്കെ എയറും കംപ്രസറും ഓയിലോ എങ്ങനെയത് ഹൈഡ്രോളിക്കിന്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. അതിലാണല്ലോ ഈ മിഷനറീസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇവരിപ്പോ എന്താണ് അതിന്റെ അത് അസംബിൾ ചെയ്യുന്നത്? അതിന്റെ ക്യാബിനാണ് ഇപ്പൊ ഫിറ്റ് ചെയ്തിട്ട് ആദ്യം നമ്മൾ ചെയ്തത് ഇപ്പൊ ഇതേ രൂപത്തിലായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടാവുക. ഇപ്പൊ നമ്മൾ അതിന്റെ ഓരോ ക്യാബിനാണ് ഇപ്പൊ ഫിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇത്തരം മെഷീനറീസ് ഒക്കെ സൈറ്റില് പെട്ടെന്ന് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് ഇവർക്ക് തന്നെ അതിന്റെ എന്താണ് അതിന്റെ ഡാമേജ് പറ്റിയിട്ടുള്ളത് അത് ഇവർക്ക് തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇവർക്ക് തന്നെ മെയിൻ്റെനൻസ് നടത്താൻ പറ്റും. ഇവരൊക്കെ എങ്ങനെ +2 ഡിഗ്രി എങ്ങനെ ഇവര് എല്ലാ കാറ്റഗറിപ്പെട്ട കുട്ടികളുണ്ട്. മിനിമം നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് 10th ആണ്. അത്ര മതി. എഡ്യൂക്കേഷൻ ഇതിന്റെ ഒരു പ്രശ്നമല്ല. ഇത് ജോലി ചെയ്യാൻ തയ്യാറാണോ ഓക്കെയാണ്, ആദ്യം ചെയ്യാം. ഒരു ഡിഗ്രി കഴിഞ്ഞവനും +2 കഴിഞ്ഞവനും ഇനി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 1-2 വർഷം മറ്റെന്തെങ്കിലും മേഖലയിലേക്ക് തിരിഞ്ഞവർക്കും ഇങ്ങോട്ട് തിരിച്ചു. തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന കുട്ടികളും ഉണ്ട്. അങ്ങനെയാണ്. ഒരു ജോലി സാധ്യത കണ്ടിട്ട് വരുന്ന കുട്ടികളാണ് കൂടുതൽ വരുന്നത്.